റാ സുക്കൂനായി വരുമ്പോൾ തർക്കീക്ക് ചെയ്യുന്ന സ്ഥലങ്ങൾ ആണ് പറയുന്നത്. റാ സുക്കൂനും അതിൻ്റെ തൊട്ട് മുമ്പ് യാ അല്ലാത്ത സുക്കൂനുള്ള അക്ഷരങ്ങൾ വരികയും അതിന് മുമ്പ് കസ്ർ വരികയും ചെയ്യുക. എന്ന് വെച്ചാൽ സാക്കിനായ റാ അതിൻ്റെ തൊട്ട് മുമ്പ് യാ ആണെങ്കിൽ യാന് സുക്കൂനുമാണെങ്കിൽ തർക്കീക്കായിരിക്കും എന്ന് നേരത്തെ പറഞ്ഞു. ഇനി യാ അല്ലാത്ത മറ്റൊരു സുക്കൂന് വരുന്നു, അതിൻ്റെ മുമ്പ് കസ്റും വരുന്നു. ഉദാഹരണത്തിന് ദിക്ർ. ഇവിടെ റാന് സുക്കൂന്, അതിൻ്റെ മുമ്പുള്ള അക്ഷരത്തിനും സുക്കൂന്. അവിടെ യാ ആയിരുന്നു എങ്കിൽ അവിടെ സ്വാഭാവികമായിട്ടും തർക്കീക്കായിരുന്നു നേരത്തെ പറഞ്ഞ നിയമപ്രകാരം. ഇപ്പോൾ യാ അല്ലാത്ത കാഫിന് സുക്കൂൻ വന്നു. അപ്പോൾ പിന്നെ അതിൻ്റെ തൊട്ട് മുമ്പത്തെ അക്ഷരം നോക്കണം. ദാലിന് കസ്റാണ്. അപ്പോൾ ദിഖിർ തർക്കീക്ക് ചെയ്യണം. ഖാലു ഹാദാ സിഹിർ. ഇവിടെ സിഹിർ എന്നുള്ളതും പ്രകാരം തന്നെ റാഇന് സുക്കൂൻ, തൊട്ട് മുമ്പുള്ള അക്ഷരത്തിനു സുക്കൂൻ, അതിൻ്റെ തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് കസ്ർ. വമാ അല്ലംനാഹു ശിഅർ. ഇവിടെയും റാഇന് സുക്കൂൻ, തൊട്ട് മുമ്പുള്ള ഐനിന് സുക്കൂൻ, അതിൻ്റെ തൊട്ട് മുമ്പ് കസ്ർ. വലാ ബിഖിർ. ഇവിടെയും റാഇന് സുക്കൂൻ, തൊട്ട് മുമ്പുള്ള കാഫിന് സുക്കൂൻ, അതിന് തൊട്ട് മുമ്പുള്ള ബാഇന് കസ്റായതുകൊണ്ട് ഇവിടെ റാഇനെ തർക്കീക്ക് ചെയ്യുന്നു. ഈ സുക്കൂനുകൾ സ്വാഭാവികമായിട്ടും വഖഫിൽ മാത്രമേ വരികയുള്ളൂ. ചേർത്തി ഓതുമ്പോൾ അവിടെ മറ്റു ഹർക്കത്തുകളാണ് ഉണ്ടാവുക, സുക്കൂനല്ല. ഫതഹോ ലമ്മോ കസ്റോ ആയിരിക്കും. കസ്റാണെങ്കിൽ തർക്കീക്ക്, ഫതഹോ ലമ്മോ ആണെങ്കിൽ തഫ്ഹീം ചെയ്യും. ഇനി ഒരു ഉദാഹരണം നോക്കിയാൽ വഅസ്അൽനാ ലഹു ഐന ഖിത്ർ ഉദ്ഖുലു മിസ്ർ. ഇവിടെ രണ്ട് സ്ഥലത്തും ഇപ്പോൾ റാഇന് കസ്ർ ഫതഹ് കാണാമെങ്കിലും ഖിത്ർ എന്നുള്ള സ്ഥലത്ത് കസ്റും മിസ്ർ എന്നുള്ള സ്ഥലത്ത് റാഇന് ഫതഹും കാണാം. എന്നാൽ ഇവിടെ രണ്ട് സ്ഥലത്തും ആ പദങ്ങൾക്ക് ശേഷം വഖഫ് ചെയ്യുകയാണെങ്കിൽ അവിടെ സുക്കൂൻ വരും. അപ്പോൾ റാ സുക്കൂന്, മുമ്പുള്ള അക്ഷരത്തിന് സുക്കൂന്, അതിൻ്റെ മുമ്പാണ് കസ്ർ. ഇങ്ങനെ വരുമ്പോൾ ഇവിടെ തർക്കീക്ക് ചെയ്യണം എന്നാണ് നമ്മൾ പഠിച്ചത്. എന്നാൽ ഈ റാ സുക്കൂനും അതിൻ്റെ മുമ്പുള്ള കസ്ർ, ആ കസ്റിനും ഇടയിൽ ഇത്ബാഖിൻ്റെ അക്ഷരങ്ങളായ ത്വാ, ലാ, സ്വാദ്, ലാദ് എന്നിവ വന്നാൽ ഇവിടെ തർക്കീക്കും ചെയ്യാം തഫ്ഹീമും ചെയ്യാം എന്നൊരു നിയമമുണ്ട്. അതുകൊണ്ട് ഇവിടെ റാഇന് മുമ്പുള്ള അക്ഷരം ത്വാ ആണ് വന്നത്. കസ്റിനും സാക്കിനായ റാഇനും ഇടയിൽ ത്വാ വന്നു. മിസ്ർ എന്നുള്ള സ്ഥലത്ത് കസ്റിനും സാക്കിനായ റാഇനും ഇടയിൽ സ്വാദ് വന്നു. അപ്പോൾ ഇവിടെ രണ്ടും ചെയ്യാം എന്നാണ്. എങ്കിലും അഫ്ളലായത് ഇവിടെയുള്ള റാഇൻ്റെ ആദ്യത്തെ അവസ്ഥ എങ്ങനെയാണോ അതിനെ പരിഗണിക്കുന്നതാണ് ഒന്നുകൂടി നല്ലത്. എന്ന് വെച്ചാൽ ശ്രദ്ധിക്കണം, ഖിത്ർ എന്നുള്ള സ്ഥലത്ത് റാഇന് സുക്കൂൻ വരുന്നതിന് മുമ്പ് കസ്റാണല്ലോ. ഖിത്ർ എന്ന അവിടെ കാണുന്ന സ്ഥലത്ത് കസ്റാണ്. അപ്പോൾ അതിനെ പരിഗണിച്ച് അവിടെ ഖിത്ർ എന്ന് തർക്കീക്ക് ചെയ്യണം. മിസ്ർ എന്നുള്ള സ്ഥലത്ത് അവിടെ റാഇന് ഫതഹാണല്ലോ കാണുന്നത്. അപ്പോൾ അവിടെ സുക്കൂൻ ചെയ്യുമ്പോഴും അവിടെ റാഇൻ്റെ ആ ഫതഹിനെ പരിഗണിച്ച് മിസ്ർ എന്ന് തഫ്ഹീം ചെയ്യലുമാണ് നല്ലത്. അപ്പോൾ പഠിക്കേണ്ടത് ഇത്ബാഖിൻ്റെ അക്ഷരങ്ങൾ 4 എണ്ണമാണ്. ത്വാ, ലാ, സ്വാദ്, ലാദ് ഇവകളാണ്. ഇവ സുക്കൂനുള്ള റാഇനും അതിൻ്റെ മുമ്പ് ഇത്ബാഖിൻ്റെ അക്ഷരങ്ങൾ വരികയും അതിൻ്റെ മുമ്പാണല്ലോ കസ്ർ വരിക. അപ്പോൾ ആ കസ്റിനും സുക്കൂനുള്ള റാഇനും ഇടയിൽ ഇത്ബാഖിൻ്റെ അക്ഷരങ്ങൾ വന്നാൽ അവിടെ രണ്ടും ചെയ്യാം എന്നാണ് നിയമം. രണ്ട് ചെയ്താലും പ്രശ്നമില്ല. എങ്കിലും അഫ്ളലായ രൂപം അവിടെ ഏത് അവസ്ഥയാണോ റാഇന് അസ്ലിൽ ഉണ്ടായിരുന്നത്, ഇവിടെ റാഇന് കസ്റാണ് ഖിത്ർ എന്നുള്ള സ്ഥലത്ത്, അതുകൊണ്ട് ആ റാഇൻ്റെ കസ്റിനെ പരിഗണിച്ച് തർക്കീക്കും. മിസ്ർ എന്നുള്ളതിൽ റാഇന് ഫതഹാണ്, ആ ഫതഹിനെ പരിഗണിച്ച് തഫ്ഹീം മിസ്ർ എന്നും ഖിത്ർ എന്നുമാണ് ഓതുക എന്ന് ചുരുക്കം. ഇൻഷാ അല്ലാഹ്.